നമസ്കാരം. ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ സംഘർഷത്തിന്റെ കറുത്ത മേഘങ്ങൾ കെട്ടിക്കിടക്കുക തന്നെയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വിവാദപരവും ശക്തവുമായ ശബ്ദങ്ങളിൽ ഒരാളായ ഡൊണാൾഡ് ട്രംപ് വീണ്ടും ലോക വ്യാപാര വേദിയിൽ ആക്രമണാത്മക നീക്കവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ 16 പ്രധാന വ്യാപാര പങ്കാളികൾക്കെതിരെ സെക്ഷൻ 301 പ്രകാരം ട്രംപ് വ്യാപാര അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടെ ആഗോള വിപണിയിൽ അനിശ്ചിതത്വത്തിന്റെ പുതിയ അധ്യായം തുറക്കുകയാണ്. അമേരിക്കൻ വ്യവസായങ്ങളെ തകർക്കുന്ന തരത്തിൽ വിദേശ രാജ്യങ്ങൾ അമിത ഉൽപാദനവും കുറഞ്ഞ വിലയ്ക്കുള്ള കയറ്റുമതിയും നടത്തുന്നു എന്നാരോപിച്ചാണ് പുതിയ നടപടി. അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം ഉയർന്ന ഇറക്കുമതി തീരുവകൾ ഏർപ്പെടുത്തുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. ഇത് വെറും സാമ്പത്തിക നീക്കമല്ല, രാഷ്ട്രീയവും സാമ്പത്തികവുമായി ചേർന്ന ശക്തമായ ഒരു തന്ത്രമാണ് എന്ന് വേണം വിലയിരുത്താൻ. ഈ അവസരത്തിൽ ട്രംപിന്റെ നീക്കത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന ചോദ്യം ഉയരുകയാണ്. ട്രംപിന്റെ വ്യാപാര നയത്തിന്റെ അടിസ്ഥാനം അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യമാണ്. ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് അമേരിക്കൻ വ്യവസായങ്ങൾ തൊഴിൽ നഷ്ടപ്പെടുകയും ഉൽപാദനം വിദേശത്തേക്ക് മാറുകയും ചെയ്തുവെന്ന വാദം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രധാന കേന്ദ്രമാണ്. അതിനാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എത്തുന്ന ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ പിടിമുറുക്കുന്നത് തടയുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് വാദം. സെക്ഷൻ 301 എന്നത് അമേരിക്കയുടെ വ്യാപാര നിയമത്തിലെ ശക്തമായ ഒരു ആയുധമാണ്. വിദേശ രാജ്യങ്ങളുടെ വ്യാപാര രീതികൾ അമേരിക്കയ്ക്ക് അന്യായമാണ് എന്ന് കണ്ടെത്തിയാൽ ഏകപക്ഷീയമായി തീരുവകൾ ഏർപ്പെടുത്താൻ ഈ നിയമം അനുവദിക്കും. ഇതിലൂടെ അമേരിക്ക തനിക്കിഷ്ടമുള്ള രീതിയിൽ ആഗോള വ്യാപാരത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കും. ട്രംപിന്റെ ഈ നീക്കത്തിൽ പ്രധാന ലക്ഷ്യം വീണ്ടും ചൈന തന്നെയാണ് എന്നത് വ്യക്തമാണ്. ചൈനയുടെ വൻ ഉൽപാദന ശേഷിയും കുറഞ്ഞ വിലയിലുള്ള കയറ്റുമതിയും വർഷങ്ങളായി അമേരിക്കയെ അസ്വസ്ഥമാക്കുന്ന ഘടകങ്ങളാണ്. മുമ്പ് ട്രംപ് ഭരണകാലത്ത് തന്നെ ചൈനയ്ക്കെതിരെ വലിയ വ്യാപാര യുദ്ധം ആരംഭിച്ചിരുന്നു. ഇപ്പോഴത്തെ നടപടി അതിന്റെ പുതുക്കിയ രൂപം മാത്രമാണ്. ചൈന ലോകത്തിന്റെ ഫാക്ടറി എന്ന നിലയിൽ വളർന്നതോടെ സ്റ്റീൽ മുതൽ ഇലക്ട്രോണിക്സ് വരെ നിരവധി മേഖലകളിൽ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിൽ നിറഞ്ഞു. ഇത് അമേരിക്കൻ നിർമ്മാണ മേഖലയെ ബാധിച്ചുവെന്ന വാദം ട്രംപ് ശക്തമായി അന്നു മുതൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ വ്യാപാര അന്വേഷണത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയും പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽസ്, സ്റ്റീൽ, ടെക്സ്റ്റൈൽസ്, IT ഉപകരണങ്ങൾ എന്നിവ അമേരിക്കൻ വിപണിയിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഉയർന്ന ഇറക്കുമതി തീരുവകൾ ഏർപ്പെടുത്തിയാൽ ഈ മേഖലകൾക്ക് വലിയ ആഘാതമുണ്ടാകാം. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ കയറ്റുമതി നിർണായകമാണ്. പ്രത്യേകിച്ച് അമേരിക്കയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്ന്. അമേരിക്കൻ വിപണിയിലേക്ക് എത്തുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവകൾ വന്നാൽ ഇന്ത്യൻ കമ്പനികളുടെ മത്സരശേഷി കുറയാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ഇന്ത്യൻ IT സേവനങ്ങൾക്കും പരോക്ഷമായ സമ്മർദ്ദമുണ്ടാകും. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വിദേശ തൊഴിലാളികൾ അമേരിക്കൻ തൊഴിലവസരങ്ങൾ കവർന്നെടുക്കുന്നു എന്ന വാദം ശക്തമായി ഉയരുന്ന ഈ സാഹചര്യത്തിൽ അന്വേഷണം കൂടുതൽ സംരക്ഷണാത്മക നയങ്ങൾക്ക് വഴിവെക്കും. ട്രംപിന്റെ ഈ നീക്കം വെറും അമേരിക്കയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ആഗോള വ്യാപാര വ്യവസ്ഥയെയും ഇത് ബാധിക്കും. ലോക വ്യാപാരത്തിൽ ഏകോപനം ഉറപ്പാക്കുന്ന പ്രധാന സ്ഥാപനമായ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ നിയമങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഏകപക്ഷീയ നടപടികളെ വിമർശിക്കുന്നതാണ്. അമേരിക്ക വലിയ തോതിൽ ഏകപക്ഷീയ തീരുവകൾ ഏർപ്പെടുത്തിയാൽ മറ്റു രാജ്യങ്ങളും തിരിച്ചടി നൽകാൻ സാധ്യതയുണ്ട്. ഇതോടെ ലോക വ്യാപാരത്തിൽ താരിഫ് യുദ്ധം വീണ്ടും ശക്തമാകും. അത്തരമൊരവസ്ഥ ആഗോള സാമ്പത്തിക വളർച്ചയെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന ഭീഷണിയും വർദ്ധിക്കുകയാണ്. ട്രംപിന്റെ നീക്കം സാമ്പത്തിക തത്വങ്ങളെക്കാൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി ബന്ധപ്പെട്ടതാണെന്ന വിലയിരുത്തലും ഇതോടെ ശക്തമാകുന്നു. അമേരിക്കയിലെ വ്യവസായ മേഖലകളും തൊഴിലാളി യൂണിയനുകളും ഏറെ നാളായി സംരക്ഷണാത്മക വ്യാപാര നയങ്ങൾ ആവശ്യപ്പെട്ടു വരുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ആഭ്യന്തര വ്യവസായത്തെ സംരക്ഷിക്കുന്ന നേതാവെന്ന ഇമേജ് ഉറപ്പാക്കാൻ ട്രംപ് ഇത്തരം കടുത്ത നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് പല നിരീക്ഷകരും വാദിക്കുന്നത്. അമേരിക്കൻ ജോലികൾ അമേരിക്കക്കാർക്കായി എന്ന മുദ്രാവാക്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അടിത്തറ ശക്തിപ്പെടുത്തുന്ന പ്രധാന ആയുധമാണ്. എന്നാൽ ഈ പ്രതിസന്ധി മുഴുവനായി നെഗറ്റീവ് അല്ല. ചില സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് പുതിയ അവസരങ്ങളും തുറക്കാം. ഉദാഹരണത്തിന്, അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര സംഘർഷം ശക്തമാകുമ്പോൾ അമേരിക്കൻ കമ്പനികൾ ഉൽപാദനം ചൈനയിൽ നിന്ന് മാറ്റി മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റാൻ ശ്രമിക്കും. ആ സാഹചര്യത്തിൽ ഇന്ത്യ ഒരു പ്രധാന കേന്ദ്രമായി മാറാനുള്ള സാധ്യതയുണ്ട്. അതിന് ഇന്ത്യ സ്വന്തം നിർമ്മാണ ശേഷി ശക്തിപ്പെടുത്തുകയും ആഗോള വിതരണ ശൃംഖലയിൽ കൂടുതൽ പ്രാധാന്യം നേടുകയും വേണം. മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾക്ക് ഇത് പുതിയ പ്രചോദനമാകാം. ട്രംപിന്റെ സെക്ഷൻ 301 അന്വേഷണം ആഗോള വ്യാപാര വ്യവസ്ഥയിൽ വീണ്ടും ഒരു സംഘർഷത്തിന്റെ സൂചന തന്നെയാണ്. അമേരിക്ക സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കൂടുതൽ കടുത്ത വഴികൾ തിരഞ്ഞെടുക്കാൻ തയ്യാറാണ് എന്ന് ഈ നീക്കം വ്യക്തമാക്കും. ഇത് ചൈനയ്ക്കും ഇന്ത്യക്കും മാത്രമല്ല, ലോകത്തിലെ എല്ലാ വ്യാപാര പങ്കാളികൾക്കുമുള്ള മുന്നറിയിപ്പാണ്. സംരക്ഷണാത്മക നയങ്ങൾ ശക്തമാകുന്ന പുതിയ സാമ്പത്തിക ലോകക്രമത്തിലേക്ക് ലോകം നീങ്ങുകയാണെന്ന സൂചന കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കൂടുതൽ ജാഗ്രതയോടെയും തന്ത്രപരമായ ചിന്തയോടെയും മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ആഗോള വിപണിയിലെ മാറ്റങ്ങൾ ഭീഷണിയായി മാത്രം കാണാതെ പുതിയ അവസരങ്ങളായി മാറ്റാനുള്ള ധൈര്യവും ചങ്കൂറ്റവും കാണിച്ചാൽ മാത്രമേ
ഈ വ്യാപാര കൊടുങ്കാറ്റിനെ വിജയകരമായി നേരിടാൻ കഴിയും.